പ്രിയപ്പെട്ടവരെ, മുത്തൂറ്റ് ഫൈനാൻസ് ആൻഡ് ചിറ്റ്സിലെ 3000-ഓളം വരുന്ന ജീവനക്കാർ കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ അപഹാസ്യപരവും തെറ്റിദ്ധാരണാജനകവുമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് കേരളീയ സമൂഹം ഈ ധർമ്മ സമരത്തിന് നൽകുന്ന പിന്തുണയും സഹകരണവും ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന ചില തൽപര കക്ഷികളും മാനേജ്മെൻറ്റിൻ്റെ കൂലി എഴുത്തുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രചരണത്തിലൂടെ നവമാധ്യമ സുഹൃത്തുക്കളെയും കേരളീയ സമൂഹത്തെയും ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഒരു എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക, അന്യായമായ സ്ഥലമാറ്റം ക്യാൻസൽ ചെയ്യുക, മിനിമം വേതനം 18,000 രൂപയായി നിശ്ചയിച്ച് ശമ്പള വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, മുത്തൂറ്റ് ഫൈനാൻസിൽ സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് യൂണിയൻ സമര രംഗത്ത് വന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഊർജ്ജസ്വലരും അഭ്യസ്ത വിദ്യരുമായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശരിയും ശാസ്ത്രീയവുമായ ഇടപെടലുകളിലൂടെയാണ് മുത്തൂറ്റ് ഫൈനാൻസ് ഇന്ന് വളർച്ചയുടെ പടവുകൾ ഓരോന്നോരോന്നായി താണ്ടിക്കൊണ്ടിരിക്കുന്നത്. ആഗോളവൽക്കരണം നമുക്ക് സമ്മാനിച്ച ദുരിതങ്ങൾ തീമഴിയായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ജീവിതത്തിന് രണ്ടറ്റം പോലും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം പോലും കമ്പനി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഇക്കാലം അത്രയും അസംഘടിതരായിരുന്ന മുത്തൂറ്റ് ഫൈനാൻസിലെ ജീവനക്കാർ അവരുടെ ജോലിയും കൂലിയും സംരക്ഷിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കുടിക്കീഴിൽ അണിനിരുന്നതും അതിൻ്റെ തണല് പറ്റി പോരാട്ടം തുടരുന്നതും തെറ്റാണെന്നാണ് കമ്പനി തമ്പുരാക്കന്മാർ കൽപ്പിക്കുന്നതെങ്കിൽ സമരമുഖത്ത് അണിനിരുന്ന പ്രവർത്തകരുടെ അവസാന ശ്വാസം നിലക്കും വരെയും ആ തെറ്റ് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. കാണാമറിയത്തിരുന്ന് പിതൃശൂന്യമായ കെട്ടുകഥകൾ ചമച്ച് സമരത്തെ പൊളിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന വിഡ്ഢികളോട് ഒരു വാക്ക്: ലോകത്തിൻ്റെ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണെന്ന് തിരിച്ചറിയുക. കമ്പനി തമ്പുരാക്കന്മാരുടെ അടിവസ്ത്രം പോലും അലക്കി കൊടുക്കാൻ യാതൊരു ഉടുപ്പുമില്ലാതെ അവരുടെ വേറാമൂടികളായി നടന്ന് സമരത്തിനെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ശ്രമവും നിങ്ങളെ കരിങ്കാലികളെന്ന് ഈ കേരളീയ സമൂഹം വിളിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തെക്കുറിച്ച് അറിയാത്തവർ കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അധസ്ഥിത ജനതയുടെ മോചന പോരാട്ടത്തിന് വേണ്ടി 1000 പോർജനങ്ങൾ തീർത്ത മണ്ണാണ് ഈ കേരളം. സൂര്യൻ ഉദിക്കും മുമ്പ് പാടത്ത് പണിക്കിറങ്ങിയാൽ കൂരിരുട്ടായാലും നടുവെന്ന് നിവർക്കാൻ സമ്മതിക്കാത്ത ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ അറിയുക. പണിയെടുത്താൽ കൂലിക്ക് ചോദിച്ചാൽ ചാട്ടവാറടിയേറ്റ് കുളഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു ഈ കേരളത്തിൽ. പട്ടിക്കും പൂച്ചക്കും വഴിനടക്കാവുന്ന വഴികളിലൂടെ ജാതിയിൽ താണവർക്ക് വഴിനടക്കാൻ പോലും ദൃഷ്ടി കൽപ്പിച്ചത് നാടായിരുന്നു ഈ കേരളം. ഈ കേരളം ഒരു സുപ്രഭാതത്തിൽ മാറിയതല്ല. ഉജ്ജ്വല പോരാട്ടങ്ങളുടെയും തീക്ഷ്ണമായ സമരമുഖത്തും 1000 ധീര പോരാളികൾ രക്തസാക്ഷിത്വം വരിച്ചാണ് ഇന്ന് ഈ കാണുന്ന കേരളത്തെ സൃഷ്ടിച്ചത്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനവും സാമൂഹ്യ പരിഷ്കർത്താക്കളും പോരാടി നേടിയതാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലാണ് ഈ സമരം തുടരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നവമാധ്യമങ്ങളിലൂടെയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കുതന്ത്രം ഈ വിപ്ലവ കേരളത്തിൻ്റെ വേണ്ടി വിലപോകില്ലെന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. സമരത്തിൻ്റെ 3ാം ഘട്ടം എന്ന നിലയിൽ ഒക്ടോബർ 5 മുതൽ കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്, സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളും ഈ സമരത്തോടൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഈ പോരാട്ടത്തിന് ഉണ്ടാകണമെന്നും വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൻ്റെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നമുക്കൊന്നിച്ച് മുന്നേറാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മുഴുവൻ ബഹുജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.